നമസ്കാരം. ഇറാൻ ആക്രമിച്ച യുഎയിലെ ഫുജറ ഓയിൽ ടെർമിനലിൽ നിന്നും ഇന്ത്യൻ പതാക വഹിക്കുന്ന ജഗ് ലാഡ്ഗി എന്ന കപ്പൽ സുരക്ഷിതമായി യാത്ര തിരിച്ചു. ഫുജറ ഓയിൽ ടെർമിനലിന് നേരെ ആക്രമണമുണ്ടായ സമയത്ത് അവിടെ വെച്ച് എണ്ണ നിറയ്ക്കുകയായിരുന്ന കപ്പൽ ഇന്ന് സുരക്ഷിതമായി പുറപ്പെട്ടു എന്നാണ് പെട്രോളിയം മന്ത്രാലയം വ്യക്തമാക്കിയത്. മാർച്ച് 14-ന് ഇന്ത്യൻ പതാകയുള്ള കപ്പലായ ജഗ് ലാഡ്ഗി യുഎയിലെ ഫുജറയിലെ ക്രൂഡ് ഓയിൽ കയറ്റിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു എണ്ണ ടെർമിനൽ ഇറാൻ ആക്രമിച്ചത്. ഗുജറയിൽ നിന്നും സുരക്ഷിതമായി യാത്ര തിരിച്ച കപ്പലും അതിലുള്ള എല്ലാ ഇന്ത്യൻ നാവികരും സുരക്ഷിതരാണ് എന്നാണ് പെട്രോളിയം വകുപ്പ് വ്യക്തമാക്കിയത്. യുഎയിലെ ഫുജറൈ തുറമുഖത്ത് ശനിയാഴ്ച നടന്ന ആക്രമണത്തിൽ നിന്നും ഇന്ത്യൻ പതാകയേന്തിയ ക്രൂഡ് ഓയിൽ ടാങ്കർ ജഗ് ലാഡ്ഗി കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത്. പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയമാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. തുറമുഖത്ത് സിംഗിൾ പോയിന്റ് മൂറിംഗ് ടെർമിനൽ ക്രൂഡ് ഓയിൽ കയറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇറാന്റെ വ്യോമാക്രമണം ഉണ്ടായത്. കപ്പലും എല്ലാ ജീവനക്കാരും സുരക്ഷിതരാണ് എന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഞായറാഴ്ച ഇന്ത്യൻ സമയം രാവിലെ 10:30-ന് ഫുജറയിൽ നിന്നും സുരക്ഷിതമായി യാത്ര തിരിച്ചു എന്നായിരുന്നു. ഏകദേശം 80,800 മെട്രിക് ടൺ അസംസ്കൃത എണ്ണയും വഹിച്ചുകൊണ്ട് കപ്പൽ ഇന്ത്യയിലേക്ക് പുറപ്പെട്ടു എന്നാണ് വ്യക്തമാക്കിയത്. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ സംഭരണ ബങ്കറിംഗ് കേന്ദ്രങ്ങളിലൊന്നായ ഫുജറൈ തുറമുഖത്ത് ശനിയാഴ്ച നിരവധി ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടായതായും ഇതിനെ തുടർന്ന് വൻ തീപിടുത്തമുണ്ടായി. ചില പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചു. ഞായറാഴ്ച പ്രവർത്തനം പുനരാരംഭിച്ചതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉന്നതതല നയതന്ത്ര ചർച്ചകളെ തുടർന്നാണ് ഹോർമൂസ് കടലിടുക്കിലൂടെ സഞ്ചരിച്ചിരുന്ന ഇന്ത്യൻ പതാകയുള്ള കപ്പലുകൾക്ക് സുരക്ഷിതമായി പാത ഒരുക്കുമെന്ന് ഇറാൻ വ്യക്തമാക്കിയത്. ഏകദേശം 92,712 മെട്രിക് ടൺ LPG വഹിക്കുന്ന 2 ഇന്ത്യൻ ടാങ്കറുകൾ ഇന്ത്യൻ തുറമുഖങ്ങളിലേക്ക് മാർച്ച് 16-17 എത്തുമെന്നും പെട്രോളിയം മന്ത്രാലയം ആവർത്തിച്ചിരുന്നു. ശനിയാഴ്ച യാതൊരു അപകടവും കൂടാതെ ഹോർമൂസ് കടലിടുക്ക് കടന്നതിനു ശേഷമായിരുന്നു ശിവാലിക്, നന്ദാദേവി എന്നീ കപ്പലുകൾ തിങ്കളാഴ്ച ഗുജറാത്തിലെ മുന്ദ്ര തുറമുഖത്ത് എത്തും. ശിവാലിക് ആദ്യമെത്തും. ചൊവ്വാഴ്ച ഗുജറാത്തിലെ ദീൻ ദയാൽ തുറമുഖത്ത് നന്ദാദേവി നങ്കൂരം വിടും. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാജിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. സുരക്ഷാ ആശങ്ക മൂലം പല ഷിപ്പിംഗ് കമ്പനികളും ഹോർമൂസ് ഒഴികെയാണ് അറാജിയുടെ പ്രസ്താവന എത്തിയത്. കടലിടുക്ക് മുഴുവനായും തുറക്കാൻ ഇറാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും ഇറാന്റെ ഭാഗത്തു നിന്നും മറ്റു രാജ്യങ്ങൾക്ക് അനുകൂലമായ നിലപാട് വന്നതോടെ യുഎസിന്റെ നീക്കങ്ങൾ മറ്റു രാജ്യങ്ങളെ പങ്കാളിയാക്കാനുള്ള സാധ്യതയും ഇതോടെ മങ്ങി. ഫുജറയിലെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ട ഇന്ത്യൻ എണ്ണ ടാങ്കറിനെ നാവികസേന അനുഗമിക്കുന്നുണ്ട്. ഇന്ത്യൻ ടാങ്കറുകൾക്കും കപ്പലുകൾക്കും സുരക്ഷ ഒരുക്കാനായി ഗൾഫ് മേഖലയിൽ ഇന്ത്യൻ യുദ്ധക്കപ്പലുകളെ വിന്യസിച്ചിട്ടുണ്ട്. നിലവിൽ 24 ഇന്ത്യൻ കപ്പലുകൾ ഗൾഫ് മേഖലയിലൂടെ സഞ്ചരിക്കുന്നുണ്ട് എന്നാണ് ഷിപ്പിംഗ് മന്ത്രാലയം വ്യക്തമാക്കിയത്. ഇതിൽ 2 കപ്പലുകൾ LPG-യുമായി മുന്ദ്ര, കണ്ട്ലറ്റ് തുറമുഖങ്ങളിലേക്ക് വരികയാണ്. യുദ്ധ സാഹചര്യത്തിലും ഗൾഫ് മേഖലയിൽ 23,000 ഇന്ത്യൻ നാവികർ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നാണ് കണക്ക്. ഇതിൽ 276 പേരെ വിവിധ കമ്പനികൾക്ക് ഇതിനകം തന്നെ ഒഴിപ്പിച്ചു. കൂടുതൽ ഇന്ത്യൻ ടാങ്കറുകളും ഹോർമൂസ് കടലിടുക്ക് കടന്ന് വരുന്നതുമായി ചർച്ച തുടരുന്നുണ്ട്. ശനിയാഴ്ച യുഎയിലെ ഫുജറ ഓയിൽ ടെർമിനൽ ആക്രമിക്കപ്പെട്ടത്. എന്തായാലും ഫുജറൈ തുറമുഖത്ത് പ്രധാനമായ എണ്ണ ടെർമിനലുകൾ ലക്ഷ്യമിട്ട് ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ വൻ നാശനഷ്ടമാണ് രേഖപ്പെടുത്തിയത്.